രാജ്യത്താകെ കടുത്ത പ്രതിഷേധങ്ങൾക്കും വിവാദങ്ങൾക്കും വഴിവെച്ച നീറ്റ് പരീക്ഷാ ക്രമക്കേടുകളിലും ചോദ്യപേപ്പർ ചോർച്ചയിലും പ്രതിഷേധിച്ച് സമരം ചെയ്ത വിദ്യാർത്ഥികൾക്ക് നേരെ നടന്ന പോലീസ് അതിക്രമത്തിൽ പ്രതിഷേധിച്ച് KSU. വിഷയത്തിൽ സമാധാനപരമായി പ്രതിഷേധിച്ച വിദ്യാർത്ഥികളെ തെരുവിൽ ക്രൂരമായി മർദ്ദിച്ചതിലും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കളെ കയ്യേറ്റം ചെയ്തതിലും ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ട് നാളെ സംസ്ഥാന വ്യാപകമായി വിദ്യാഭ്യാസ ബന്ദിന് KSU ആഹ്വാനം ചെയ്തു. സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യറാണ് വാർത്താക്കുറിപ്പിലൂടെ ഇളക്കിമറിക്കുന്ന പഠിപ്പ് മുടക്ക് സമരപ്രഖ്യാപനം നടത്തിയത്. നീറ്റ് പരീക്ഷയുടെ സുതാര്യത തകരുകയും ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവി അനിശ്ചിതത്വത്തിലാവുകയും ചെയ്ത സാഹചര്യത്തിൽ ഉയർന്നുവന്ന ജനകീയ പ്രക്ഷോഭങ്ങളെ കേന്ദ്ര ഭരണകൂടവും പോലീസും ചേർന്ന് ക്രൂരമായി അടിച്ചമർത്താൻ ശ്രമിക്കുന്നതിനെതിരെയാണ് വിദ്യാർത്ഥി സമൂഹം നാളെ തെരുവിലിറങ്ങുക. വിദ്യാർത്ഥികളുടെയും യുവാക്കളുടെയും ന്യായമായ ആവശ്യങ്ങളെയും ഭാവിയെയും ചോദ്യം ചെയ്യുന്ന സമീപനമാണ് കേന്ദ്ര സർക്കാരും ഭരണകൂട ഏജൻസികളും തുടർച്ചയായി സ്വീകരിച്ചു വരുന്നത്. നീറ്റ് പരീക്ഷാ തട്ടിപ്പിൽ NTA ഉൾപ്പെടെയുള്ള ഏജൻസികളുടെ സമ്പൂർണ്ണ പരാജയവും അഴിമതിയും പുറത്തു വന്നിട്ടും കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുന്നതിന് പകരം ചോദ്യം ചോദിക്കുന്ന വിദ്യാർത്ഥികളെയും ജനപ്രതിനിധികളെയും കായികമായി നേരിടാനാണ് പോലീസ് മുതിർന്നത്. രാജ്യതലസ്ഥാനത്തും വിവിധ സംസ്ഥാനങ്ങളിലും സമാധാനപരമായി പാർലമെന്റിലേക്കും മറ്റ് ഔദ്യോഗിക കേന്ദ്രങ്ങളിലേക്കും മാർച്ച് നടത്തിയ വിദ്യാർത്ഥികൾക്ക് നേരെ ക്രൂരമായ പോലീസ് അതിക്രമമാണ് അരങ്ങേറിയത്. പെൺകുട്ടികളടക്കമുള്ള വിദ്യാർത്ഥികളെ റോഡിലൂടെ വലിച്ചിഴയ്ക്കുകയും ലാത്തിച്ചാർജ് നടത്തുകയും ചെയ്ത സംഭവം രാജ്യത്തുടനീളം വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്ക് വഴിവെച്ചിരുന്നു. സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചും അതിക്രമങ്ങൾ നേരിട്ട വിദ്യാർത്ഥികൾക്ക് പിന്തുണ അറിയിച്ചുമെത്തിയ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയോട് പോലീസ് സംഘം കാണിച്ച മര്യാദകേടും കയ്യേറ്റ ശ്രമങ്ങളും ജനാധിപത്യ സംവിധാനങ്ങൾക്ക് തീരാക്കളങ്കമാണെന്ന് സംഘടന ആരോപിക്കുന്നു. ഈ സാഹചര്യത്തിൽ നീതി നിഷേധിക്കപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കും പോലീസിന്റെ ക്രൂരമായ മർദ്ദനത്തിനിരയായ സഹപ്രവർത്തകർക്കും പൂർണ്ണ പിന്തുണ നൽകുന്നതിനാണ് നാളത്തെ വിദ്യാഭ്യാസ ബന്ദ് സംഘടിപ്പിക്കുന്നത്. സംസ്ഥാനത്തെ മുഴുവൻ സ്കൂളുകളിലും കോളേജുകളിലും ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും പൂർണ്ണമായി ക്ലാസുകൾ ബഹിഷ്കരിച്ച് സമരം വിജയിപ്പിക്കണമെന്ന് KSU സംസ്ഥാന നേതൃത്വം ആഹ്വാനം ചെയ്തു. ക്യാമ്പസുകളിൽ നിന്നും തെരുവുകളിലേക്ക് പ്രതിഷേധം വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കോലം കത്തിക്കാനും വലിയ രീതിയിലുള്ള പ്രതിഷേധ പ്രകടനങ്ങൾ സംഘടിപ്പിക്കാനും വിദ്യാർത്ഥികളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സംസ്ഥാനത്തെ മുഴുവൻ ജില്ലാ കേന്ദ്രങ്ങളിലും KSU ജില്ലാ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വിപുലമായ പ്രതിഷേധ പ്രകടനങ്ങളും വഴിതടയൽ സമരങ്ങളും അരങ്ങേറും. പരീക്ഷാ ക്രമക്കേടിൽ രാജ്യത്തെ ലക്ഷക്കണക്കിന് സാധാരണക്കാരായ വിദ്യാർത്ഥികളുടെയും അവരുടെ രക്ഷിതാക്കളുടെയും പ്രതീക്ഷകളാണ് തകർന്നു തരിപ്പണമായത്. ചോദ്യപേപ്പർ മാഫിയകൾക്കും അഴിമതിക്കാർക്കും കൂട്ടുനിൽക്കുന്ന സമീപനമാണ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയവും NTA സ്വീകരിക്കുന്നത്. ചോദ്യപേപ്പർ ചോർച്ചയിൽ സമഗ്രമായ അന്വേഷണം നടത്താനും പരീക്ഷാ സംവിധാനം കുറ്റമറ്റ രീതിയിൽ പുനഃസംഘടിപ്പിക്കാനും തയ്യാറാകാത്ത പക്ഷം വരും ദിവസങ്ങളിൽ സമരം കൂടുതൽ ശക്തമാക്കാനാണ് വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുടെ തീരുമാനം. നാളത്തെ പഠിപ്പ് മുടക്കോടെ സംസ്ഥാനത്തെ വിദ്യാലയങ്ങളും കോളേജുകളും പൂർണ്ണമായും സ്തംഭിക്കുമെന്നാണ് കരുതുന്നത്.